ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 1/4 കപ്പ് പച്ചരിയും 1/2 കപ്പ് ചവ്വരിയും വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി പായസമാണ് തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ സാധാരണ നമ്മൾ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നമുക്ക് ബിരിയാണിക്ക് വെക്കുന്ന ജീരകശാല അരി വേണമെങ്കിലും എടുക്കാം. അതാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും. ഇത് ഞാനിപ്പോൾ എല്ലാവർക്കും ചെയ്യാവുന്ന രീതിയിലാണ്. സാധാരണ പച്ചരി എല്ലാവരുടെ കയ്യിലും ഉണ്ടാകുമല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞാൻ 1/4 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ നൂലപ്പം ഇതൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന പച്ചരി അത് 1/4 കപ്പും പിന്നെ 1/2 കപ്പ് ചവ്വരിയുമാണ് എടുത്തിട്ടുള്ളത്. സാബുനരി എന്നൊക്കെ പറയുന്ന നമ്മുടെ ചവ്വരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്നൊരു 10 മിനിറ്റ് കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട്. 250 ml കപ്പിലാണ് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമ്മളൊന്ന് കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കുതിരാൻ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ആ വെള്ളം നമ്മൾ ഊറ്റി കളഞ്ഞിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതേ ഞാൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊരു അരിപ്പയിലേക്ക് ഊറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഈ നെയ്യൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. സ്റ്റീലിൻ്റെ പാത്രമായതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് പുക വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ കുറച്ച് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ഒക്കെ എടുക്കാം. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയതിനനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്നൊരു പായസമൊക്കെ കുടിക്കണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പായസമാണ്. ചവ്വരിയൊക്കെ നല്ലതാണ്, നല്ല തണുപ്പുള്ള സാധനമാണ് ചവ്വരി. ഇപ്പോൾ ഞാനിത് നമ്മളിവിടെ ഊറ്റി വെച്ചിട്ടുള്ള പച്ചരിയും ചവ്വരിയും കൂടി ആ നെയ്യിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്നും ഇങ്ങനെ വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. പാത്രം അത്യാവശ്യം നല്ല ചൂടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് സമയമൊന്നും വഴറ്റേണ്ട, 1 മിനിറ്റോളം ഒന്നിങ്ങനെ വറുത്തെടുത്താൽ മതിയാകും. ഒരുപാട് മുരിഞ്ഞ് അങ്ങനെയൊന്നും വരേണ്ട ആവശ്യമില്ല. ഈ ചവ്വരിയും ഈ പച്ചരിയും ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി ഈ നെയ്യിൽ കിടന്നിട്ട്. ഇപ്പോൾ ഇത് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് വിൽമപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നമുക്ക് തേങ്ങാപ്പാലിൽ ഇത് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഞാനിത് 1 കപ്പ് സാദാ പച്ചവെള്ളം കൂടെ ചേർത്തിട്ട്, ഇപ്പോൾ 1 കപ്പ് പാലും 1 കപ്പ് പച്ചവെള്ളവും ഇതും കൂടി ചേർത്തിട്ടാണ് ഒരു മീഡിയം ഫ്ലെയിമിന് ഒരല്പം താത്തി വെച്ചിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് വേകുന്ന സമയത്ത് ഇത് വെന്തിട്ടില്ലെങ്കിൽ വെള്ളം വറ്റി പോകുക എന്തെങ്കിലും ആണെങ്കിൽ 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. പച്ചരിയുടെ വേവ് നമ്മുടെ കയ്യിലിരിക്കുന്ന പച്ചരിനനുസരിച്ചായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ച് വെള്ളത്തിൻ്റെ അളവിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരും. അപ്പോൾ അതേ ഇത് അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ വെന്തൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല രീതിയിലൊന്ന് കുറുകി വെന്ത് പച്ചരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ സാബുനരിയും ചവ്വരിയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 കപ്പ് എടുത്തൊരു 3 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് മിൽക്ക്മെയ്ഡ് കൂടെ ചേർക്കുന്നുണ്ട്. മിൽക്ക്മെയ്ഡ് ഓപ്ഷണലാണ്, ചേർത്താൽ ടേസ്റ്റ് കൂടും, ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ പഞ്ചസാരയുടെ അളവ് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ പൊതുവെ ഇവിടെ മധുരം കുറവാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്തത്. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കുറച്ച് പഞ്ചസാരയൊക്കെ കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 4 ടേബിൾ സ്പൂണോളം വരുന്ന മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചത് ചെയ്തിട്ട് തന്നെ അല്ല, ഒരു മീഡിയം ഫ്ലെയിമിലും അതിലൊരല്പം താത്തിയും വെച്ചിട്ടാണ് നമ്മൾ ഈ പായസം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഒരുപാട് ഫ്ലെയിമിൽ വെച്ചാൽ തന്നെ ഇതൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് കുറുകിപ്പോകും, പിന്നെ വെള്ളം വറ്റിപ്പോകും. അതുകൊണ്ടാണ് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ചെയ്തെടുത്താൽ മതിയാകും. ഇനി നമ്മളിത് അതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം 1 കപ്പ് വിൽമാപ്പാലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തിളപ്പിക്കാത്ത പാലാണ് ചേർക്കുന്നത്, തിളപ്പിച്ചതായാലും കുഴപ്പമില്ല. ഇനി ഇത് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം ഒന്ന് തിളച്ചാൽ മതിയാകും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്ലേവറിനായിട്ട്
ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഫ്ലേവർ എത്ര വേണം അതിനനുസരിച്ച് ചേർക്കാം. ഞാനൊരു 3/4 ടീസ്പൂൺ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ് 3/4 ടീസ്പൂൺ ചേർക്കുന്നത്. ഇപ്പോൾ പൊടി ഇല്ലെങ്കിൽ ഒരു 3-4 ഏലക്ക ഒന്ന് ചതച്ചിട്ട് അതങ്ങനെ ചേർത്ത് കൊടുത്താലും മതിയാകും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഇവിടെ വഴറ്റി വെച്ചിട്ടുള്ള നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഉണ്ടല്ലോ, അതാണ് ഇനി ചേർത്ത് കൊടുക്കാനുള്ളത്. ഇപ്പം നോക്കാം, അത് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇത് ഒരുപാട് തിളക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് വലിച്ചു കുടിക്കുന്ന രീതിയിലാണ്. കുറച്ച് തണുത്ത് കഴിയുമ്പോൾ ഇതൊന്നും കൂടി തിക്കാകും. അപ്പോൾ നമ്മുടെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ നെയ്യൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്തിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഈ ഒരു അടിപൊളി പായസം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കണം. ലൈക്കും ചെയ്യണം. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.